എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ പേജ് 29 നാലാമത്തെയും അഞ്ചാമത്തെയും ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യം വായിക്കാം. ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABCD വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ABCD വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ABCD എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട്? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. AB എന്ന വരയ്ക്കും CD എന്ന വരയ്ക്കും ഒരേ നീളമാണോ എന്തുകൊണ്ട്? പിന്നെ ഇവിടെ നമുക്ക് കോൺ അളവ് തന്നിട്ടുണ്ട്, 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തെളിയിക്കണം. ABയും CDയും ഒരേ നീളമുള്ളവയാണോ എന്ന് തെളിയിക്കുന്നതിന് നമുക്ക് എന്ത് തെളിയിച്ചാൽ മതിയാവും? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുല്യ ത്രികോണങ്ങളാക്കാം. 3 വശങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. പിന്നെ ഒരു വശവും അതിന്റെ അറ്റത്തുള്ള 2 കോണുകളും ASA, 2 കോണുകളും ഒരു വശവും. പിന്നെ SAS, അതായത് 2 വശങ്ങളും അതിന്റെ ഉള്ളിലുള്ള കോണും. ഇത് 3ഉമാണ് നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ അപ്പൊ നമുക്ക് ത്രികോണം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ത്രികോണം ഏതൊക്കെ ത്രികോണ? ത്രികോണം AOB, ത്രികോണം AOBയും ത്രികോണം COD. O വൃത്തകേന്ദ്രമാണെന്ന് പറയുന്നുണ്ട്. O വൃത്തകേന്ദ്രം. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള എല്ലാ നീളവും, എല്ലാ ആരങ്ങളും തുല്യ നീളമുള്ളതാണ്. ഇതെല്ലാം ആരങ്ങളാണ് അല്ലെ. OC, OC, OD, OB, OA ഇതെല്ലാം വൃത്തത്തിലെ ആരങ്ങളാണ്. ആരങ്ങൾക്കെല്ലാം ഒരേ നീളമാണ്. അപ്പം വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഏത് വര വരച്ചാലും അവയുടെ നീളം തുല്യമാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? OAയുടെ നീളവും ODയുടെ നീളവും തുല്യം. OA സമം OD. ഇതാണ് വൃത്തത്തിലെ ആരങ്ങൾ. വൃത്തത്തിലെ ആരങ്ങൾ. പിന്നെ നമുക്ക് പിന്നെന്താണ്? അതുപോലെ തന്നെ OBയും OCയും തുല്യമല്ലേ. OBയും OCയും തുല്യം. അതും എന്താണ്? ആരങ്ങളാണ്. പിന്നെ ഈ 2 വശങ്ങളിലെ ഉള്ളിലുള്ള കോണാണ് ഈ 80 ഡിഗ്രി അപ്പുറവും ഇപ്പുറവും കാണിച്ചിരിക്കുന്നത്. അതും തുല്യം. അത് തന്നിട്ടുള്ളതാണ്. കോൺ AOB സമം കോൺ COD. എന്താണ്? രണ്ടിനും ഒരേ അളവാണ് 80 ഡിഗ്രി. അപ്പൊ 3 കാര്യങ്ങളായി. 2 വശവും അതിന്റെ ഉള്ളിലുള്ള കോൺ. അപ്പം SAS ആയി അല്ലേ. അപ്പൊ SAS നമ്മൾ പഠിച്ച SAS, 2 വശങ്ങളും അതിന്റെ ഉള്ളിലുള്ള കോണും വെച്ചിട്ട് നമുക്ക് എന്താ പറയാ? ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ത്രികോണം AOB, ത്രികോണം COD ഇവ തുല്യ ത്രികോണങ്ങളാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പരിഗണിച്ചാൽ എഴുതാം. പരിഗണിച്ചാൽ എഴുതിയില്ലെന്നേ ഉള്ളൂ. എഴുതിയില്ലെങ്കിൽ അത് പരിഗണിച്ചാലാണ്. ഇപ്പൊ തുല്യ ത്രികോണങ്ങളാണ്. ഇപ്പൊ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അതിന്റെ 3ാമത്തെ വശവും തുല്യമായിരിക്കും. Therefore AB സമം CD. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. വളരെ എളുപ്പമല്ലേ? ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ചിത്രത്തിൽ O വൃത്തത്തിന്റെ കേന്ദ്രവും ABC വൃത്തത്തിലെ
ബിന്ദുക്കളുമാണ്. കോൺ AOB, കോൺ AOC എന്നീ കോണുകൾ തുല്യമാണ്. AB, AC എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അഞ്ചാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. AB, AC, AB, AC എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ഇതുപോലെ ഉണ്ടല്ലേ നമ്മള് കഴിഞ്ഞ കണക്കിൽ ചെയ്തത് അല്ലേ? ഇവിടെയും അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ABC വൃത്തത്തിലെ 3 ബിന്ദുക്കൾ, O കേന്ദ്രം. അപ്പം ഓയിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അളവുകളെല്ലാം എന്താണ്? അകലങ്ങളെല്ലാം ആരങ്ങളാണ് അല്ലെ? അപ്പൊ OAയും OBയും OCയും, OA, OB, OC ഇവയെല്ലാം ആരങ്ങളാണ്. അതുകൊണ്ട് അവ തുല്യമായി. ഇപ്പൊ 2 കോണുകൾ തുല്യം തന്നിട്ടുണ്ട്, AOBയും AOCയും. അപ്പൊ നമുക്ക് ഈ 2 ത്രികോണങ്ങൾ എടുത്താൽ മതി. ഇവിടെ കോണളവ് തരാത്തതുകൊണ്ട് ആ ത്രികോണം ഒഴിവാക്കുക. അപ്പൊ നമുക്ക് പരിഗണിക്കാനുള്ള ത്രികോണം ഏതൊക്കെയാണ്? ത്രികോണം AOBയും ത്രികോണം AOCയും. ത്രികോണം AOB, ത്രികോണം AOC ഇവ പരിഗണിച്ചാൽ നമുക്ക് അതിൽ നിന്ന് എന്തെല്ലാം തന്നിട്ടുണ്ട് നമുക്ക് എഴുതാം. പിന്നെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് തെളിയിക്കേണ്ടത്? ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. മനസ്സിൽ ഓടി വരേണ്ട സംഭവമാണ്, കാര്യമാണ്. 2 ത്രികോണങ്ങളും തുല്യ ത്രികോണമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഈ വശങ്ങൾ ഒരേ നീളമുള്ളവയാണെന്ന് തെളിയിക്കാൻ കഴിയും. അതിന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആരങ്ങളെല്ലാം തുല്യമാണ്. ഈ 2 ത്രികോണത്തിലെ ആരങ്ങൾ ഏതൊക്കെയാണ്? OAയും OBയും, ഇവിടെ OAയും OCയും. പിന്നെ OA എന്നുള്ള വശം 2 ത്രികോണത്തിനും പൊതുവായിട്ടുള്ള വശമാണ്. അതുകൊണ്ട് അവ തുല്യമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ആരം വെച്ചിട്ട് എഴുതാം. OBയും OCയും തുല്യം. OB സമം OC വൃത്തത്തിലെ ആരങ്ങൾ. പിന്നെ OA ഏതാ നോക്കിക്കേ. OA പൊതുവായിട്ടുള്ള വശം, 2 ത്രികോണത്തിനും പൊതുവായിട്ടുള്ള വശം. OA സമം OA പൊതുവശം. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം എഴുതാൻ ഇവിടെ നമുക്ക് ഈ 2 കോണുകളും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അത് എഴുതിക്കൂടെ? കോൺ AOB സമം കോൺ AOC രണ്ടും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങളായില്ലേ? 2 വശവും 1, 2, 1, 2 വശവും അവയുടെ ഉള്ളിലുള്ള കോൺ. അപ്പൊ ഏത് വരെ? SAS വരും അല്ലെ? 2 വശവും അവയുടെ ഉള്ളിലുള്ള കോണും തുല്യമായതിനാൽ ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. നമുക്ക് എഴുതാം. ത്രികോണം AOB, ത്രികോണം AOC ഇവ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞാൽ എന്താണ്? അവയുടെ മൂന്നാമത്തെ വശം തുല്യമായിരിക്കും. ഇവിടെ 2 വശം തുല്യമാണോ തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി മൂന്നാമത്തെ വശം തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം. തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് AB സമം AC. ഇത്രയേ ഉള്ളൂ തെളിയിക്കാൻ. അപ്പം ചോദ്യങ്ങള്, എക്സസൈസിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. Till then, bye.